ഗൈസ് ഇതിപ്പോൾ എവിടെ നിന്ന് വന്നതാണോ? അതൊക്കെ വന്നു. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഞാൻ ഇന്നൊരു ബീഫ് സ്റ്റൂ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വീഡിയോ എടുക്കുമല്ലേ നിങ്ങളെയും കൂടെ കാണിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ബീഫ് സ്റ്റൂവിന് നമ്മൾ ബീഫ് വേണമല്ലോ. ബീഫിനകത്തോട്ട് ഇത്തിരി കുരുമുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും പിന്നെ ഒത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് 80% ആദ്യം ഇത് വേവിച്ചെടുക്കുക. അതിനുശേഷം അതിനകത്തോട്ട് രണ്ടാം പാൽ ഒഴിക്കണം. രണ്ടാം പാൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് പൊട്ടിയിട്ടും ക്യാരറ്റും ഇട്ടിട്ട് ഇത്തിരി കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കുഴഞ്ഞു പോയാൽ വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പീസ് എടുത്ത് വയലിട്ട് നോക്കാം. പക്ഷേ ചൂട് കാരണം എൻ്റെ നാക്ക് പൊള്ളിപ്പോയി, കൊള്ളാതെ നോക്കണം കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ പുള്ളീൻ്റെ വേദനയ്ക്ക് അങ്ങ് മറന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. അതിനുശേഷം ഒന്നാം പാൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് ഇത്തിരി നെയ്യിൽ കിസ്മിസ് വണ്ടിപ്പരിപ്പ് നന്നായിട്ട് അങ്ങോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കഴിച്ചത് ചോറും നല്ല അടിപൊളി ചീരത്തോരനാണ്. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ചീരത്തോരനും ചോറും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാം. മോറൽ ഓഫ് ദി സ്റ്റോറി, നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും സ്റ്റൂ കഴിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ.